ഓക്കെ. GST രജിസ്റ്റേർഡ് സ്ഥാപനമാണ് എങ്കിൽ നമുക്ക് അറിയുന്ന കാര്യമാണ് മന്ത്ലി രണ്ട് റിട്ടേൺസ് ഫയലിംഗ് ചെയ്യും. ഒന്നിന്റെ പേര് GSTR 1, രണ്ടാമത്തിന്റെ പേര് GSTR 3B. അതിൽ GSTR 1 എങ്ങനെ ഓൺലൈനായിട്ട് ഫയൽ ചെയ്യാം എന്നാണ് പഠിക്കേണ്ടത്. GSTR 1 ഓൺലൈൻ ഫയലിംഗ് ഇത് ചെയ്യേണ്ടത് നെക്സ്റ്റ് മന്ത് 11th ആണ് ഡ്യൂ ഡേറ്റ് വരുന്നത്. ഓക്കെ. ഇപ്പൊ GSTR 1 എന്ന് പറയുന്ന ഫോമിനകത്ത് ഈ ഫോമിന്റെ ആവശ്യം എന്താണ്? ആ മാസം നടന്ന സെയിൽസ് ഡീറ്റെയിൽസ് കാണിക്കാൻ വേണ്ടി മാത്രം അനുവദിക്കപ്പെട്ട മന്ത്ലി റിട്ടേൺ ഫോമാണ് GSTR 1. സെയിൽസ് മാത്രമാണ് കാണിക്കേണ്ടത്. സെയില് ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടി മാത്രം ആയിട്ട് തന്നെ ഇതിനകത്ത് 23 ടേബിള് വരുന്നുണ്ട്. 23 ടേബിള് വരുന്നുണ്ട്. അപ്പോ ആ 23 ടേബിളും ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ GSTR 1 ഓൺലൈൻ ഫയലിംഗ് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കൂ. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ്സിൽ ആ 23 ടേബിൾ ഏതൊക്കെയാന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓക്കെ. ഒന്നാമത്തെ ടേബിളിന്റെ പേര് B2B എന്നാണ്. B2B ഫുൾ ഫോം ബിസിനസ് ടു ബിസിനസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന കാര്യം GSTയില് രജിസ്റ്റേർഡ് ആയിട്ടുള്ള നമ്മൾ സെയില് നടത്തുന്നത് സെയില് ടു നമ്മളെപ്പോലെ GST രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആൾക്കാണ്. ക്ലിയർ അല്ലേ? GST രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഇങ്ങനെയാണ് സപ്ലയർ അല്ലെങ്കിൽ സെല്ലർ. രജിസ്റ്റേർഡ് സെല്ലർ ആർക്ക് സെയിൽ ചെയ്യുന്നു? GSTയിലെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള കസ്റ്റമർക്ക് സെയിൽ ചെയ്യുന്നു. ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. അപ്പൊ നിങ്ങൾ GST രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു കച്ചവട സ്ഥാപനത്തിലേക്ക് സെയിൽ നടത്തിയിട്ടുണ്ടോ? ആ സെയിലാണ് GSTR 1 ഒന്നാമത്തെ ടേബിളിൽ കാണിക്കേണ്ടത്. ഓക്കെ അല്ലേ? അത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ മനസ്സിലാക്കാനായിട്ട്. യെസ്. കാണിക്കുമ്പോൾ ഇൻവോയ്സ് വൈസ് ഡീറ്റെയിൽസ് ആണ് കാണിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ആ ഒരു മാസം ഞാൻ ഒരു 10 വ്യത്യസ്തമായ GST രജിസ്റ്റേർഡ് കസ്റ്റമർക്ക് സെയിൽ നടത്തി. 10 വ്യത്യസ്തമായ സെയിൽ ബില്ല് ഉണ്ട്. അപ്പോ ഓരോ ബില്ലും പ്രത്യേകമാണ് B2Bയിൽ കാണിക്കേണ്ടത്. ഒരു ബില്ല് എടുത്തു, ആ ബില്ലിൽ കാണുന്ന കാര്യങ്ങൾ നോക്കി ഡാറ്റ എൻറ്റർ ചെയ്തു, സേവ് ചെയ്തു. അടുത്ത ബില്ലെടുത്തു, ആ ബില്ലിൽ കാണുന്ന കാര്യങ്ങൾ നോക്കി ടൈപ്പ് ചെയ്തു സേവ് ചെയ്തു. അടുത്ത ബില്ലെടുത്തു. അങ്ങനെ ഓരോ ബില്ലും പ്രത്യേകമാണ് B2Bയിൽ കാണിക്കേണ്ടത്. അതിനെയാണ് ഇൻവോയ്സ് വൈസ് ഡീറ്റെയിൽസ് എന്ന് പറയാൻ കാരണം. ഇത്ര മാത്രമേ ഉള്ളൂ. ഇപ്പൊ B2B എല്ലാവർക്കും ക്ലിയർ അല്ലേ? B2Bയിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? എല്ലാവർക്കും ഓക്കെ അല്ലേ? യെസ്. സോ അടുത്ത ടേബിളിൽ പോവാലോ. ശരി. രണ്ടാമത്തെ ടേബിൾ എന്ന് പറഞ്ഞാൽ B2C ആണ്. B2C ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചാൽ B2C ഫുൾ ഫോം ബിസിനസ് ടു കസ്റ്റമർ എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിൽ കാണിക്കേണ്ടത് GST രജിസ്റ്റേർഡ് ആയിട്ടുള്ള നമ്മൾ സെല്ലർ ആർക്ക് സെയിൽ ചെയ്യുന്നു?
GST അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള, രജിസ്റ്റേർഡ് അല്ലാത്ത അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള കസ്റ്റമർക്ക് നടത്തിയ സെയിലാണ് B2Cയിൽ കാണിക്കേണ്ടത്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, സിമ്പിൾ അല്ലേ? GST ഇല്ലാത്ത കസ്റ്റമർക്ക് നമ്മൾ നടത്തിയ സെയിലാണ് B2Cയിൽ കാണിക്കേണ്ടത്, അല്ലേ? യെസ്. അതിപ്പോ ആർക്കും ആവാം, അല്ലെ? സാധാരണ കസ്റ്റമർക്ക് നടത്തിയ സെയിലാവാം, അല്ലെങ്കിൽ GST എടുത്തിട്ടില്ലാത്ത ഒരു കച്ചവട സ്ഥാപനത്തിന് നടത്തിയ സെയിലാവാം. എന്തോ ആയിക്കോട്ടെ, GST ഇല്ലാത്ത ഒരാൾക്കാണോ സെയിൽ നടത്തിയത്, ആ സെയിലാണ് B2Cയിൽ കാണിക്കേണ്ടത്. അത്രേ ഉള്ളൂ. ഓക്കെ. എന്നാൽ നമുക്ക് B2C അതാണ്, അല്ലേ? പക്ഷെ B2C രണ്ടായി ഡിവൈഡ് ആവുന്നുണ്ട്. ഇപ്പൊ രണ്ടാമത്തെ ടേബിളിനെ നമുക്ക് ശരിക്കും B2C എന്ന് പറഞ്ഞാൽ പോരാ, B2C ലാർജ് എന്നാ പറയുന്നത്. ഇനി മൂന്നാമത്തെ ടേബിളിനും വിളിക്കും B2C സ്മാൾ എന്നാ പറയുന്നത്. അപ്പോ രണ്ടാമത്തെയും മൂന്നാമത്തെയും ടേബിൾസ് ആക്കി മാറ്റിയിരിക്കുന്നു B2Cയെ. അപ്പൊ B2C എന്താന്ന് പറഞ്ഞു? B2C എന്ന ടേബിളിനെ രണ്ടായി ഡിവൈഡ് ആക്കി. അത് ഒന്ന് രണ്ടാമത്തെ ടേബിളും പിന്നെ അടുത്ത് മൂന്നാമത്തെ ടേബിളാക്കി മാറ്റിയിരിക്കുന്നു. സംശയമില്ലല്ലോ. അപ്പോ ഒന്നാമത്തെ ടേബിൾ എന്താ? B2B. രണ്ടാമത്തെ എന്താ? B2C ലാർജ്. മൂന്നാമത്തെ എന്താ? B2C സ്മാൾ. അത്രേ ഉള്ളൂ. അപ്പൊ B2C എന്താന്ന് അറിയാം. ഇനി എന്താ അറിയേണ്ടത്? ഏത് തരം B2C സെയിലാണ് B2C ലാർജിൽ കാണിക്കേണ്ടത്? അതാണ് ഇനി അറിയേണ്ടത്. അതുപോലെ ഏത് തരം B2C സെയിലാണ് B2C സ്മാൾ എന്ന ടേബിളിൽ കാണിക്കേണ്ടത്? അങ്ങനെ വേണം ഇനി അറിയാനായിട്ട്. ശരിയല്ലേ? അപ്പോ രണ്ട് കണ്ടീഷൻസ് ഒരുമിച്ച് വരുന്ന B2C സെയിലാണ് ലാർജിൽ കാണിക്കേണ്ടത്. അങ്ങനെ മനസ്സിലാക്കണം. ഓക്കെ അല്ലേ? B2C എന്താ നമുക്കറിയാം, ഒരു സംശയം ആർക്കുമില്ല. ഏത് B2C സെയിലാണ് B2C ലാർജിൽ കാണിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ രണ്ട് കണ്ടീഷൻസ് ഒരുമിച്ച് വരുന്ന B2C സെയിലാണ് B2C ലാർജിൽ കാണിക്കേണ്ടത്. ഇനി എന്താ അറിയേണ്ടത്? എന്തെല്ലാമാണ് രണ്ട് കണ്ടീഷൻസ്? ഒന്ന്, അത് ഒരു ഇന്റർ സ്റ്റേറ്റ് സെയിൽ ആവണം. ഇന്റർ സ്റ്റേറ്റ് സെയിൽ ആയിരിക്കണം. അതായത് മറ്റൊരു സംസ്ഥാനത്തുള്ള അൺരജിസ്റ്റേർഡ് കസ്റ്റമർക്ക് നടത്തിയ സെയിൽ ആയിരിക്കണം. ക്ലിയർ അല്ലേ? കേരളത്തിനകത്ത് നടത്തിയ സെയിലാവാൻ പാടില്ല. കേരളത്തിന് പുറത്തുള്ള കസ്റ്റമർക്കുള്ള സെയിൽ ആയിരിക്കണം. ആ പോയിന്റ് ഓക്കെ അല്ലേ? അതാണ് ഒരു കണ്ടീഷൻ. രണ്ട് കണ്ടീഷൻസ് ഏതെങ്കിലും ഒന്ന് മതിയോ? ഇല്ല, രണ്ടും വരണോ, അല്ലേ? പ്ലസ് രണ്ടാമത്തെ കണ്ടീഷൻ, ആ ഒരു സെയിൽ ഇൻവോയ്സ് വാല്യൂ, ഒരൊറ്റ ബില്ലാണേ പറയുന്നത്, അല്ല ടോട്ടൽ ഇൻവോയ്സ് ഒന്നും അല്ല, ഒരൊറ്റ സെയിൽ ഇൻവോയ്സിന്റെ വാല്യൂ, ആ സെയിൽ വാല്യൂ ഇൻവോയ്സിന്റെ എമൗണ്ട് മോർ ദാൻ, ഇൻവോയ്സ് വാല്യൂ മോർ ദാൻ 2.5 lakhs വരണം. ഒരൊറ്റ സെയിൽ ബില്ലിന്റെ കേസാണ് പറയുന്നത്, അല്ലാതെ ഈ എമൗണ്ട് പറയുമ്പോൾ മന്ത്ലി ടോട്ടൽ സെയിൽ അങ്ങനെ ചിന്തിക്കരുത്. ഒരൊറ്റ ബില്ല്, ഒരൊറ്റ സെയിൽ ബില്ല് അങ്ങനെ വരണം. ക്ലിയർ അല്ലേ? ഇപ്പോ ഇൻവോയ്സിന്റെ വാല്യൂ, അതായത് സെയിൽ എമൗണ്ട് പ്ലസ് GST എമൗണ്ട്, ടാക്സബിൾ എമൗണ്ടും ടാക്സും കൂടെ കൂട്ടിയിട്ടുള്ള ടോട്ടൽ ഇൻവോയ്സ് വാല്യൂ 2.5 ആവാൻ പാടില്ല, 2.5ക്ക് മേലെ, 2.5 ലക്ഷത്തിന് മേലെ വരണം. അതൊരു കണ്ടീഷൻ. പിന്നെ ആ സെയില് ഇന്റർ സ്റ്റേറ്റ് സെയിലും ആയിരിക്കണം. ഈ രണ്ട് കണ്ടീഷൻസ് ഒരുമിച്ച് വരുന്ന B2C സെയിൽ ആവണം B2C ലാർജിൽ കാണിക്കേണ്ടത്. ഈ പോയിന്റ് എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇനി ഇത് എങ്ങനെ കാണിക്കും? B2Bയിൽ എങ്ങനെ കാണിച്ചോ അതുപോലെ കാണിക്കുക. ഇൻവോയ്സ് വൈസ് ഡീറ്റെയിൽ ആണ് കാണിക്കേണ്ടത്. ഓരോ ഇൻവോയ്സും 1 by 1 കാണിക്കേണ്ടതാണ്. അതും ക്ലിയർ അല്ലേ? യെസ്. അത്രേ ഉള്ളൂ.
ഇനി B2C സ്മാൾ, അവിടെ ഒന്നും പ്രത്യേകിച്ചില്ല. അതേഴ്സ് ആണ്. അതേഴ്സ് മറ്റുള്ളവ. B2C സെയിലാണ്. B2C ലാർജിൽ വരത്തില്ല എങ്കിൽ അത് എവിടെ കാണിക്കും? B2C സ്മാളിൽ കാണിക്കും. അത്രേ ഉള്ളൂ. അതേഴ്സ് മറ്റുള്ളവ. ഓക്കെ, ഇതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഓക്കെ അല്ലേ ഈ പറഞ്ഞ പോയിന്റ്? ജസ്റ്റ് ഒന്ന് ചാറ്റ് ചെയ്യാമോ? ഓക്കെ ആണെന്ന് പറയാമോ? ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാമോ? ഓക്കെ, എല്ലാവർക്കും ഓക്കെ. ഓക്കെ, ഇനി അടുത്തറിയേണ്ടത് എന്താണ്? അടുത്തറിയേണ്ടത് B2C. B2C എങ്ങനെ കാണിക്കും? അതായത് B2C അതേഴ്സ് ഇല്ലേ? ഇപ്പൊ B2Bയിൽ എങ്ങനെ കാണിച്ചു? ഓരോ ഇൻവോയ്സും വൺ ബൈ കാണിച്ചു. B2C ലാർജിലും എങ്ങനെ കാണിച്ചു? അതേപോലെ കാണിച്ചു. വൺ ബൈ കാണിച്ചു. എന്നാൽ B2C സ്മാൾ അതേഴ്സ് ആണെങ്കിൽ അങ്ങനെ ഇൻവോയ്സ് വൈസ് കാണിക്കാൻ പാടില്ല. കാണിക്കേണ്ട ആവശ്യമില്ല. സമ്മറി കാണിച്ചാൽ മതി. സമ്മറി. സമ്മറി ഓഫ് ഓൾ B2C സ്മാൾ സെയില്. ക്ലിയർ അല്ലേ? അപ്പൊ ഇതിനകത്ത് എന്തൊക്കെ സെയില് വരുന്നു അതൊക്കെ സമ്മറി രൂപത്തിൽ കാണിച്ചാൽ മതി. അല്ല ഓരോ ഇൻവോയ്സും വൺ ബൈ ആയിട്ട് കാണിക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ അല്ലേ? യെസ്. ഒരു ഡൗട്ട് കാണുന്നുണ്ട്. ബി B1Cയോ B2C ആയിരിക്കും ഉദ്ദേശിച്ചത് അല്ലേ? ഓക്കെ, B2C ഇന്റർ സ്റ്റേറ്റ് ലെസ് ദാൻ 2.5 വാട്ട് ടു ഡു? അതാണല്ലോ ഞാൻ പറഞ്ഞേ. B2C ആണ്. ഈ രണ്ട് കണ്ടീഷൻസ് ഒരുമിച്ച് വരുന്നുണ്ടെങ്കിൽ ലാർജ് കാണിക്കുക. അല്ലാത്ത എല്ലാ കേസും അതേഴ്സ് ആണ്. അതേഴ്സ്. ഓക്കെ അല്ലേ? ഇപ്പൊ താങ്കൾ എന്താ ചോദിച്ചേ? ഇന്റർ സ്റ്റേറ്റ് ആണ്. ഓക്കെ, ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. 2.5 ആണെങ്കിൽ സെക്കൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ലല്ലോ. അപ്പൊ അത് ലാർജിൽ പോകുമോ? ഇല്ല. എവിടെ പോവും? അതേഴ്സിൽ പോവും. അല്ലെ? രണ്ട് കണ്ടീഷൻസ് ഒരുമിച്ച് വന്നാൽ മാത്രമാണ് ലാർജിൽ പോകുന്നത്. രണ്ട് കണ്ടീഷൻസ് ഒരുമിച്ച് വന്നില്ലെങ്കിൽ ലാർജിൽ പോകത്തില്ല. പിന്നെ എവിടെ പോവും? സ്മാളിൽ പോകും. അതിൽ അതേഴ്സ്. ഓക്കെ അല്ലേ? സൗമ്യ, B2C കണ്ടീഷന് ഒരു എക്സാമ്പിൾ സഹിതം പറയാൻ പറ്റുമോ? എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ എന്താ പറയാ? ആഹ് ഞാൻ അരവിന്ദ്, എന്റെ സ്ഥലം കേരളത്തിലാണ്. ഓക്കെ, എനിക്ക് GST ഉണ്ട്. ഓക്കെ, തമിഴ്നാട്ടിലുള്ള ഒരു കസ്റ്റമർക്ക്, തമിഴ്നാട്ടിലുള്ള GST ഇല്ലാത്ത കസ്റ്റമർക്ക് സെയിൽ നടത്തി. ആ സെയിൽ നടത്തിയ എമൗണ്ട് 3 ലക്ഷം രൂപയാണ്. അപ്പൊ അത് ലാർജോ സ്മാളോ? ഇന്റർ സ്റ്റേറ്റ് ആണ്. 2.5 മേലെ ഇൻവോയ്സ് എമൗണ്ട് വരുന്നുണ്ട്. 3 ലക്ഷം ഇല്ലേ? രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് അല്ലേ? അപ്പോ അത് ലാർജ് കാണിക്കും. അല്ലെ? ഇനി അതുപോലെ ഞാൻ കേരളത്തിലുള്ള കസ്റ്റമർക്കാണ് സെയിലാക്കിയത്. ഇൻവോയ്സ് വാല്യൂ 10 കോടിയാണ്. ഒരൊറ്റ ഇൻവോയ്സ് വാല്യൂ 10 കോടിയാണ്. കേരളത്തിനകത്താണ് സെയിലാക്കിയത്. അത് ലാർജ് വരുമോ സ്മാള് വരുമോ? സ്മാളിൽ വരും. കാരണം 10 കോടിയായിട്ട് കാര്യമില്ല. ഇന്റർ സ്റ്റേറ്റ് ആവണ്ടേ? ആ ലോജിക്ക് കേട്ടോ. രണ്ട് കണ്ടീഷൻസ് ഒരുമിച്ച് വരണം. അഡ്മിൻ എന്ന് പറയുന്ന ആൾക്ക് ക്ലിയർ ആയോ? യെസ്. ഇജാസ് ചോദിക്കുന്നു, B2C ഇന്റർ സ്റ്റേറ്റ് ഇ-വേ ബിൽ ആവശ്യമുണ്ടോ? ഇ-വേ ബിൽ എന്ന് പറയുന്ന സാധനം 50,000 മേലെ വാല്യൂ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുകയാണ് ബെറ്റർ ഓപ്ഷൻ കേട്ടോ. 50 ബിലോ ആണെങ്കിൽ പോലും ഒരു ഇന്റർ സ്റ്റേറ്റ് ഒക്കെ ട്രാവൽ ചെയ്യണമെങ്കിൽ എടുക്കുകയാണ് ബെറ്റർ ഓപ്ഷൻ കേട്ടോ. ഓക്കെ, ഇനി റൂള് പ്രകാരം പറയുകയാണെങ്കിൽ 50 മേലെ ആണെങ്കിൽ മാത്രം എടുത്താൽ മതി. അല്ലാതെ B2C ആയിക്കോട്ടെ B2B ആയിക്കോട്ടെ 50 മേലെ ആണെങ്കിൽ എടുക്കണം നിർബന്ധമായിട്ടും കേട്ടോ. ഓക്കെ, ഇനി പ്രിയ, ലാർജ്. ലാർജ് എന്താ പ്രശ്നം? ലാർജ് ഓക്കെ അല്ലേ? വിജയകുമാർ, ഇന്റർ സ്റ്റേറ്റ് സെയിൽ ഇൻവോയ്സ് എമൗണ്ട് 2 ലക്ഷം വിൽ കം അണ്ടർ B2C. ഉറപ്പായിട്ട് വരും. അതെ, ഇന്റർ സ്റ്റേറ്റ് ആണ്. 2.5 ബിലോ ആണ് ഉള്ളത്. അല്ലെ? ഇപ്പൊ ഇന്റർ സ്റ്റേറ്റ് 2.5 ലക്ഷം ആണെങ്കിൽ B2C വരും. അത് സ്മാളിൽ പോകും. 2.5 മേലെ വരണം കേട്ടോ. 2.5 മേലെ വരണം. ഓക്കെ. ഓക്കെ.
ഇനി ജോർജ്, B2Cയിൽ ഒരു ഇൻവോയ്സിലാണോ രെൻഡർ ലിമിറ്റ്? അതെ, ഒരു ഇൻവോയ്സിന് അത് എടുത്തു പറഞ്ഞ ഒരൊറ്റ ഇൻവോയ്സ് കേട്ടോ. ഒറ്റ ഇൻവോയ്സ് വാല്യൂ 2.5ക്ക് മേലെ വരണം, ഇന്റർ സ്റ്റേറ്റും ആവണം, എങ്കിൽ അത് ലാർജ് കാണിക്കും. ജാഫർ ക്ലിയർ ആണ്. സൗമ്യ ക്ലിയർ ആണ്. ഷാജി, B2C സ്മാളിൽ HSN കോഡ് ഒന്നും വേണ്ടേ, വെറും എമൗണ്ട് മാത്രം മതിയോ? ഉറപ്പായിട്ടും HSN കോഡ് നമുക്ക് വേണം. HSN കോഡിന് ടേബിൾ വേറെ ഉണ്ട്. ഇതിപ്പോ ഒന്നാമത്തെ ടേബിൾ B2B, രണ്ടാമത്തെ ടേബിൾ B2C ലാർജ്, മൂന്നാമത്തെ ടേബിൾ B2C സ്മാൾ, നാലാമത്തുണ്ട്, അഞ്ചാമത്തുണ്ട്, അങ്ങനെ 23 ടേബിൾ ഉണ്ട്. അതിൽ ഏതോ ഒരു ടേബിൾ ആണ് എന്ത്, HSN കോഡ്, അവിടെ കാണിക്കണം. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? യെസ്. അടുത്ത് ജോർജ് ഓക്കെ, പ്രിയ ക്ലിയർ, സജി ക്ലിയർ, ജാഫർ. ഇന്റർ സ്റ്റേറ്റ് B2Cക്ക് ഇത്രയും എമൗണ്ട് അടിക്കാൻ പറ്റുമോ എന്നാണ് ഉദ്ദേശിച്ചല്ലേ? ഇന്റർ സ്റ്റേറ്റ് B2C ഇത്ര എമൗണ്ടിന് മേലെ വന്നാലാണ് ഈ കോളത്തിൽ കാണിക്കേണ്ടത്. അപ്പൊ അങ്ങനെ പറ്റും എന്നുള്ളത് കൊണ്ടാണല്ലോ GSTR1 ഇങ്ങനെ കോളം കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കണ്ടീഷൻ പറയുന്നേ. അങ്ങനെ പറ്റില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു കോളം പറയാനും ഇങ്ങനെ കണ്ടീഷൻസ് റൂളിൽ പറയാനും ആവശ്യമില്ലല്ലോ. ക്ലിയർ അല്ലേ? ഷാജി ഓക്കെ, ഓക്കെ ക്ലിയർ, ഓക്കെ ക്ലിയർ. സജീവൻ, B2B ആണെങ്കിൽ ഇങ്ങനെ കണ്ടീഷൻ ഉണ്ടോ? B2Bക്ക് ഒരു കണ്ടീഷനും ഇല്ല. B2B ആണെങ്കിൽ B2Bയിൽ കാണിക്കുക. അപ്പൊ പറഞ്ഞു പോയ കാര്യം അല്ലേ? B2B ആണെങ്കിൽ B2Bയിൽ കാണിക്കുക. എങ്ങനെ കാണിക്കും? അതിൽ പറഞ്ഞ പോലെ കാണിക്കുക. ഒരു കൺഫ്യൂഷനും ഇല്ല. ഓക്കെ അല്ലേ? ജാഫർ ക്ലിയർ, ക്ലിയർ, ക്ലിയർ. ഓക്കെ, ഓക്കെ. ഇനി സൂര്യ, ടാലിയിൽ GSTയിൽ ഓട്ടോമാറ്റിക് ആയി വരില്ല. ടാലിയിൽ GSTR1 ഓട്ടോമാറ്റിക് വരില്ല. അതെനിക്ക് അറിയില്ല, ഇത് ക്ലിയർ ആയിട്ടില്ല. ടാലി ബന്ധപ്പെട്ട് അത് സോഫ്റ്റ്വെയർ അല്ലേ? എന്താ ഉദ്ദേശിച്ചത് മനസ്സിലായിട്ടില്ല. ക്ലാസ് കഴിഞ്ഞിട്ട് വോയിസ് അയച്ചാൽ മതി. ഓക്കെ. അടുത്ത് സ്വാതി ഓക്കെ, ശരി. സൂര്യ വരില്ല, വരില്ല, വരില്ലെന്നാണോ വരില്ല എന്നാണോ? എന്തായാലും ടാലി സോഫ്റ്റ്വെയർ ആണ്. GSTയുമായിട്ട് ഒരു ബന്ധവും ടാലിക്കില്ല. GSTയുമായിട്ട് ഒരു ബന്ധവും ടാലിക്കില്ല. ടാലി എന്ന സോഫ്റ്റ്വെയറിലൂടെ GST ഫയൽ ചെയ്യാം. ലോകത്തുള്ള എല്ലാ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിലൂടെയും ചെയ്യാം. അത്രേ ഉള്ളൂ. ടാലി അങ്ങനെ കണ്ടാൽ മതി. ജസ്റ്റ് സോഫ്റ്റ്വെയർ. ഓക്കെ. സോഫ്റ്റ്വെയർ എന്തെങ്കിലും വരുന്നുണ്ടോ വരുന്നില്ല എന്നുള്ളത് സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, GSTയുമായി ബന്ധപ്പെട്ട കാര്യമല്ല. ഓക്കെ, ശരി. എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട്? യെസ്. വാല്യൂ ഒരു എക്സാമ്പിൾ ആണ്. വാല്യൂ 50,000 ആൻഡ് GST 4,000. ഓക്കെ, GST 4,000. നമ്മുടെ കസ്റ്റമർ URD ആണ്. എന്ന് വെച്ചാൽ എന്താ? അൺരജിസ്റ്റേർഡ് ഡീലർ, GST ഇല്ലാത്ത കച്ചവടക്കാരൻ. അൺരജിസ്റ്റേർഡ് ഡീലർ, GST രജിസ്ട്രേഷൻ ഇല്ലാത്ത കച്ചവടക്കാരൻ. ഓക്കെ. ഇയാളുടെ സ്ഥലം കേരളത്തിലാണ്. അസ്യൂം ചെയ്യുക നമ്മൾ കേരളത്തിലാണ്. നമ്മൾ കേരളത്തിലുള്ള അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു കസ്റ്റമർക്ക് സെയിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് സെയിൽ എമൗണ്ട് 50,000, GST 54,000, ഇൻവോയ്സ് വാല്യൂ 54,000 വരുന്നത്. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഇത് ഏത് ടേബിളിൽ കാണിക്കും? B2B ആണോ, B2C ആണോ, ലാർജ് ആണോ, സ്മാൾ ആണോ? നമുക്ക് സിമ്പിളായി പറയാം അല്ലെ? ഇത് എവിടെ വരും? ഇത് B2C സ്മാൾ അല്ലെ? സമ്മറി കാണിച്ചാൽ മതി.
എല്ലാവർക്കും ഓക്കെയാണ്. വേറെ ഡൗട്ട് വന്നിട്ടുണ്ട്. നെൽ റിട്ടേൺ കൊടുക്കുന്നത് ഒന്ന് പറയണേ. GSTR 1 ഓൺലൈൻ ഫയലിംഗ് എടുക്കുമ്പോൾ ഞാൻ ഓപ്ഷൻ കാണിച്ചു തരാം കേട്ടോ. ഏത് റിട്ടേൺ ഫയലിംഗ് ആയാലും അത് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം ചോദിക്കും നിൽ ഫയലിംഗ് ആണോ ചെയ്യേണ്ടത്. യെസ് കൊടുത്താൽ മതി, അവിടെ തീർന്ന കേസ്. അത് ഞാൻ ആ സമയത്തിന് പറയാം. ഇല്ലെങ്കിൽ ആ സമയത്ത് താങ്കൾ ഇതുപോലെ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. URP അല്ലേ? URP എന്താ? അൺരജിസ്റ്റേർഡ് പേഴ്സൺ. ഇതെന്താ? ഡീലർ. ആരും ആയിക്കോട്ടെ, GST ഇല്ലാത്ത വ്യക്തി ആയിക്കോട്ടെ, GST ഇല്ലാത്ത കച്ചവടക്കാരനായിക്കോട്ടെ, രണ്ടും B2C അല്ലേ? URP എന്താ? അൺരജിസ്റ്റേർഡ് പേഴ്സൺ. URD എന്താ? അൺരജിസ്റ്റേർഡ് ഡീലർ. ഡീലർ കച്ചവടക്കാരൻ എന്ന് പറയാറില്ലേ? പേഴ്സൺ, ഡീലർ. ഇപ്പൊ URP ശരിയാണ്, URD ശരിയാണ്. ഓക്കെ അല്ലേ? B2C സ്മാൾ. അതെ, B2C സ്മാൾ. ജിത് ജിത്ത് ജിത്ത് സദാശിവൻ B2B. ഇതെങ്ങനെ B2B എന്ന് പറഞ്ഞു? URD ആണ്. യു എന്താ? ആർ എന്താ? രജിസ്റ്റേർഡ്. അൺരജിസ്റ്റേർഡ്, GST രജിസ്ട്രേഷൻ ഇല്ലാത്ത ഡീലർക്ക്. GST രജിസ്റ്റേർഡ് ആയിട്ടുള്ള കച്ചവടക്കാരന് സെയിലാക്കുന്നതാണല്ലോ B2B. ഇത് അൺരജിസ്റ്റേർഡ് UR, അൺരജിസ്റ്റേർഡ് ഡീലർ ഓർ പേഴ്സൺ. GST ഇല്ലാത്ത ആൾക്കാണ് സെയിലാക്കിയത്. അപ്പൊ B2C ആണ്, B2B അല്ല. ഓക്കെ അല്ലേ? യെസ്. ഷാഹിൻ ഷാ, ടാക്സബിൾ വാല്യൂ ആണോ ഇൻവോയ്സ് വാല്യൂ ആണോ കൊടുക്കേണ്ടത്? നമ്മൾ ഈ ഒരു ടേബിളിനകത്ത് കയറുമ്പോൾ ടാക്സബിൾ വാല്യൂ കൊടുക്കണം, ഇൻവോയ്സ് വാല്യൂ കൊടുക്കണം കേട്ടോ. ഓക്കെ, അതിപ്പോ കൺഫ്യൂഷൻ ആവണ്ട. നമ്മൾ അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ ടേബിൾ മാത്രം ബോധർ ചെയ്താൽ മതി. ചോദിച്ചുകൊണ്ട് പറഞ്ഞു എന്നുള്ളൂ. ടാക്സബിൾ എമൗണ്ട് കാണിക്കും, ഇൻവോയ്സ് എമൗണ്ട് കാണിക്കും, ടാക്സ് റേറ്റിംഗ് കാണിക്കും. ഓക്കെ. ഈ കേസിൽ ബിസിനസ് ടു ഡീലർ അല്ലേ? അതെങ്ങനെ ശരിയാവുന്നേ? അതാ അവിടെ ഒരു വേറെ കാര്യം മനസ്സിലാക്കാനുണ്ട് കേട്ടോ. അതായത് അതായത് ഇവിടെ ഡീലർ എന്നാ പറയുന്നത് അല്ലേ? അപ്പൊ അവിടെ മനസ്സിലാക്കേണ്ട പോയിന്റ്, ഈ B2B B2C ഉണ്ടല്ലോ, ആ B2B B2C ഫുൾ ഫോം ഇല്ലേ, അതിനിവിടെ പ്രസക്തി ഇല്ല. അതാണ് കൺഫ്യൂഷൻ ജനറേറ്റ് ചെയ്യുന്നത്. B2B ഫുൾ ഫോം എന്താ? ബിസിനസ് ടു ബിസിനസ് ആണ്. അപ്പൊ അതിന് പ്രസക്തി ഉണ്ടോ? ഇല്ല. ക്ലിയർ അല്ലേ? B2C എന്താ? ബിസിനസ് ടു കസ്റ്റമർ ആണ്. ആ ഫുൾ ഫോമിന് ഒരു പ്രസക്തിയും ഇല്ല. B2B എന്ന ടേബിളിന്റെ പേരാണ്. അങ്ങ് ജസ്റ്റ് ഒരു പേരാണ്. ആ B2Bയിൽ എന്താണ് കാണിക്കേണ്ടത് അതാണ് പ്രസക്തി. B2Bയിൽ എന്താണ് കാണിക്കേണ്ടത് അങ്ങനെ മനസ്സിലാക്കണം. GST രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആൾക്ക് സെയിൽ ആക്കിയതാണ് B2Bയിൽ കാണിക്കേണ്ടത്. അങ്ങനെ മനസ്സിലാക്കുക. അല്ലാതെ ആ ഫുൾ ഫോമിനും ഇമ്പോർട്ടൻസ് ഇല്ല. B2Cയിൽ എന്താ കാണിക്കേണ്ടത്? GST രജിസ്ട്രേഷൻ ഇല്ലാത്ത ആൾക്ക്, അതിപ്പോ വ്യക്തിയാവാം, ഒരു പേഴ്സൺ ആവാം, അല്ലെങ്കിൽ ഒരു ഡീലർ ആവാം, അല്ലേ? സെയിലാക്കിയതാണ് B2C കാണിക്കേണ്ടത്. അങ്ങനെ എടുക്കുക കേട്ടോ. ഓക്കെ ഓക്കെ. അടുത്ത് ഇബേയിൽ URD ഉണ്ടോ? ഇബേ ബില്ലിനകത്ത് URD വരാം. ഓ, താങ്കൾ ഇബേ ബില്ലിനകത്ത് URP എന്ന ഓപ്ഷൻ കണ്ടാലും ചോദിച്ചത് അല്ലേ? ഓക്കെ. URD ഞാനൊരു കാര്യം ചെയ്യാം. ഞാന് ഇത് URP ആക്കാം. ഞാൻ തയ്യാറാക്കിയ എക്സാമ്പിൾ ആണിത് കേട്ടോ. അൺരജിസ്റ്റേർഡ് പേഴ്സൺ. പേഴ്സൺ എന്ന വാക്കിനകത്ത് ബിസിനസ് കാര്യം വരുന്നുണ്ട്, പ്രോബ്ലം ഇല്ല. ക്ലിയർ അല്ലേ? ഡി എന്ന വാക്ക് വെട്ടിക്കളഞ്ഞ, അങ്ങനെ വാക്കില്ല. ഓക്കെ. ഡീലർ എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല. പേഴ്സൺ. പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സുകാരനും ആവാം, GST ഇല്ലാത്ത ബിസിനസ്സുകാരനെ ഉദ്ദേശിക്കുന്നു, സാധാ വ്യക്തികളെ ഉദ്ദേശിക്കുന്നു. ഇപ്പൊ ഡൗട്ട് ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ. പ്രദീപ് കുമാർ, MRP 75,000 രൂപ വരുന്നുണ്ട്. പക്ഷേ ഡി ഡിസ്ട്രിബ്യൂട്ടർക്ക് 45,000 രൂപയാണ് കിട്ടുന്നതെങ്കിൽ ബിൽ എടുക്കണോ? ഡിപ്പാർട്ട്മെന്റ് വണ്ടി ചോദിച്ചാൽ എന്തായി തീരും? ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഈ ബില്ലിന്റെ കേസ് പറയുകയാണെങ്കിൽ തിയററ്റിക്കലി പറയുന്നു 50-ന് മേലെ ആണെങ്കിൽ എടുത്താൽ മതി. പക്ഷെ പ്രാക്ടിക്കലി നോക്കുമ്പോൾ ഒരു അതിന് ബിലോ ആണ് എമൗണ്ട് എങ്കിൽ പോലും എടുത്തുകൊണ്ട് പോവുകയായിരിക്കും സേഫ്.
ക്ലിയർ അല്ലേ? ഡിപ്പാർട്ട്മെന്റ് ചോദിക്കും ഇവ എവിടെ? സാറേ 50 ബിലോ ആണ് വരുന്നത്. അപ്പൊ ഇവ വേണ്ട. അപ്പൊ അങ്ങനെ സംസാരം അവർ വേറെ എന്തൊക്കെ ചെക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതിനൊക്കെ നല്ലത് എന്താണ്? 50 ബില്യൺ എടുക്കുക. ഇത് എടുത്ത് കഴിഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റ് ഒക്കെ ഉണ്ട്. നമുക്ക് GSTR 1 ഫയൽ ചെയ്യുമ്പോൾ അതിനകത്ത് ഇത് കൊണ്ടുവരാൻ പറ്റും ഓട്ടോമാറ്റിക് ആയിട്ടൊക്കെ. കേട്ടോ? ഇപ്പൊ താങ്കൾ ഈ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരം പറയുകയാണെങ്കിൽ 45,000 രൂപയ്ക്ക് ആണെങ്കിൽ ഈ വെബിൽ വേണ്ട 50 ബിലോ ആണ്. പക്ഷെ ഓഫീസറുമായിട്ട് തർക്കിച്ച് അവരെല്ലാം പറഞ്ഞാൽ നമ്മൾ അതുപോലെ ഫൈൻ അടയ്ക്കേണ്ടി വരും. അത്രേ ഉള്ളൂ കേട്ടോ. കാരണം ഈ വെബിന്റെ കേസ് എന്റെ ഒരു എക്സ്പീരിയൻസ് പ്രകാരം പറയുകയാണെങ്കിൽ പ്രാക്ടിക്കലി നടക്കുന്നത് എന്നത് വേറെയാണ്, തിയറി പോലെ അല്ല. ഓക്കെ, ക്ലിയർ? യെസ്, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, ഓട്ടോമാറ്റിക്കായി വരുന്നത് എങ്ങനെ? GSTR 1, B2B, B2C ഒക്കെ നമ്മൾ ചെയ്യാൻ സമയത്ത് അവിടെ ഇ-വേ ബില്ല് ഇമ്പോർട്ട് എന്ന ഓപ്ഷൻ ഉണ്ട്. നമ്മളിപ്പോ ഈ ഒരു സെയില് B2B ആയിക്കോട്ടെ, B2C ആയിക്കോട്ടെ, ഒരു സെയില് നടത്തി ആ സെയിൽസിന് കറസ്പോണ്ടന്റ് ആക്കി ഒരു ഇ-വേ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് ഇ-വേ ബിൽ സൈറ്റിൽ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇ-വേ ബില്ല് എടുത്ത ഒരു ബില്ല്, ഒരു സെയില് ഈ ടേബിളിൽ കാണിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടല്ലോ ഡീറ്റെയിൽസ്. പിന്നെ വീണ്ടും നമ്മൾ ഇവിടെ പോയി ഡാറ്റ എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. അത്രയും പണി കുറയും നമുക്ക്. ഇ-വേ ബില്ല് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്താൽ മതി. ആ ഇമ്പോർട്ടിന്റെ ഓപ്ഷൻ B2Bക്ക് അകത്ത് ഓപ്പൺ ചെയ്യുമ്പോൾ കാണാൻ പറ്റും. ആ ലോജിക്ക് കേട്ടോ. ഓക്കെ, ശരി. അടുത്തൊരു എക്സാമ്പിൾ. വാല്യൂ 2,50,000 ആൻഡ് GST 40,000. ഓക്കെ, URP ആണ്. ഓക്കെ, കേരളത്തിലാണ്. ഇതെവിടെ കാണിക്കും? കോഴിക്കോട്ട് നിന്നും കണ്ണൂരിലേക്ക് ചരക്ക് അയക്കണം. പാർസൽ സർവീസിലേക്ക് കൊണ്ടുപോകുന്ന വണ്ടി നമ്പറിൽ ഇ-വേ ബിൽ എടുക്കണമോ അതോ പാർസൽ സർവീസുകാരുടെ ഇ-വേ ബിൽ എടുക്കണമോ? പാർസൽ സർവീസിലേക്ക് ഗുഡ്സ് അയച്ചിട്ട് അവിടുന്ന് അവർ ഇ-വേ എടുത്തോളും. ആ ട്രാൻസ്പോർട്ടർ ഇ-വേ എടുത്താൽ മതി. കേട്ടോ? ഈ ഇ-വേ ബിൽ എടുക്കേണ്ട വ്യക്തി ആരെന്ന് ചോദിച്ചാൽ റെസ്പോൺസിബിൾ പേഴ്സൺ ആണ് കേട്ടോ. ആരാണ് റെസ്പോൺസിബിൾ? ഞാൻ താങ്കൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇ-വേ ബില്ലിന്റെ ക്ലാസ് എടുത്ത വീഡിയോ അയച്ചു തരാം കേട്ടോ. ഒന്ന് ക്ലാസ് കണ്ടത് ജസ്റ്റ് വാട്സപ്പിൽ ഹായ് അയച്ചാൽ മതി പേഴ്സണലായിട്ട്. ഞാൻ എടുത്തൊരു ഇ-വേ ബില്ലിന്റെ തിയററ്റിക്കൽ റൂൾസ് കംപ്ലീറ്റ് പറയുന്ന ഒരു വീഡിയോ അയച്ചു തരാം കേട്ടോ. ഓക്കെ, ഓക്കെ, എല്ലാരും പറയുന്നത് B2C സ്മാൾ. ഉത്തരം B2C സ്മാൾ ആണോ വരുന്നേ? ഇത് ഇത് ഇൻട്ര ആണ് അല്ലേ? ഓക്കെ, ഇൻട്രയാണ്. അപ്പൊ ഇൻട്ര ആകുമ്പോ തന്നെ എവിടെ പോകത്തില്ല? ലാർജ് പോകത്തില്ലെന്ന് ഉറപ്പായി. ഓക്കെ, പിന്നെ അൺരജിസ്റ്റേർഡ് ആണ്. അപ്പൊ കൺഫേം പറയാം അല്ലേ? എന്താണ്? B2C സ്മാൾ ആണ്. സെയിം ആണ് അല്ലേ? ഓക്കെ, B2C സ്മാൾ ആണ്. ഓക്കെ, ഇ-വേ ബിൽ വീഡിയോ എനിക്കും വേണം. വേണ്ടവരൊക്കെ ജസ്റ്റ് ഹായ് വായിച്ചാൽ മതി എനിക്ക് പേഴ്സണലായിട്ട് കേട്ടോ. ഓക്കെ, പക്ഷെ പോകുന്ന വഴിക്ക് വണ്ടി തടഞ്ഞ് ഫൈൻ അടപ്പിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും അതാ ഞാൻ പറഞ്ഞേ. പ്രാക്ടിക്കലി നടക്കുന്ന കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മള് നമ്മുടെ സൈഡിൽ നിന്ന് എവിടെ നിന്നാണോ ഗുഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്ന് നമ്മളൊരു ഇ-വേ എടുത്ത് നമ്മൾ ഗുഡ്സ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, എവിടെ എൻഡ് ചെയ്യുന്നു, നമ്മൾ ഒരു ഇ-വേ എടുക്കുക. പാർസലുകാര് പ്രത്യേക ഇ-വേ എടുത്തോട്ടെ, അവർക്ക് വേറെ എടുക്കാം. കേട്ടോ? ഓക്കെ, ശരി. അടുത്ത കേസ്. വാല്യൂ 2,00,000 ആൻഡ് GST 36,000. ഇത് RD ആണ്. ആർ ഡി എന്താ? രജിസ്റ്റേർഡ് ഡീലർ ആയിട്ടോ. ഓക്കെ, RD വേണ്ട, RP മതി. രജിസ്റ്റേർഡ് പേഴ്സൺ, GST രജിസ്ട്രേഷൻ എടുത്ത പേഴ്സൺ ആണ് സെയിൽ ചെയ്യുന്നത്. അയാളുടെ സ്ഥലം എവിടെയാ? കേരള. ഇപ്പൊ കേരളത്തിലുള്ള രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആൾക്ക് സെയിൽ ചെയ്യുന്നു. ഇത് എവിടെ കാണിക്കും? പറയൂ.
ഡൗട്ട് കൗണ്ടർ സെയിലിന് ഈവ വേണോ? ഡൗട്ട് കൗണ്ടർ സെയിലിന് ഈവ വേണോ? ഇത് മനസ്സിലായിട്ടില്ല കേട്ടോ. ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഈവ എന്തായാലും വേണം. മോട്ടോർ മോട്ടറൈസ്ഡ് വെഹിക്കിളിൽ ഗുഡ്സ് ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂ 50 എബോ ആണെങ്കിൽ ഈവ നിർബന്ധം വേണം. അത് എങ്ങനെ ആയാലും കേട്ടോ. ഹായ് ഫോർ ഈവ ബിൽ ക്ലാസ്. ഇവിടെ ഹായ് അയച്ചിട്ട് കാര്യമില്ല. എനിക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് പേഴ്സണലി വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. നമ്പർ അറിയാലോ. ജസ്റ്റ് ഹായ് വാട്സപ്പിൽ അയച്ചാൽ മതി കേട്ടോ. B2B, അതെ B2B അല്ലേ? B2B ആണ്. യെസ്. കാരണം GST രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഷിബ് പറയുന്നു B2C സ്മാൾ. എന്തുകൊണ്ട് B2C പറഞ്ഞു? ഇത് നമ്മൾ സെയിൽ നടത്തിയ കസ്റ്റമർ GST ഉള്ള വ്യക്തിയല്ലേ, RD അല്ലേ, അതായത് RP അല്ലേ, രജിസ്റ്റേർഡ് പേഴ്സൺ അല്ലേ. GST രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആൾക്ക് സെയിൽ ആക്കുന്നതല്ലേ B2B എന്ന് പറയുമ്പോൾ. താങ്കൾ എന്തുകൊണ്ടാണ് B2C പറഞ്ഞേ? ക്ലിയർ അല്ലേ? യെസ്. ഓക്കെ. അപ്പൊ ഇത് B2B ആണ് വരുന്നത്. B2B. അടുത്ത എക്സാമ്പിൾ നോക്കാം. വാല്യൂ 2,30,000 ആൻഡ് GST 20,000. സെയിൽ ആക്കിയത് URP ആണ്, അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. സ്ഥലം കേരള അല്ല, തമിഴ്നാടാണ്. ക്ലിയർ അല്ലേ? ഓ, ഇതപ്പോ ഇന്റർ സ്റ്റേറ്റിലെ വരുന്നേ. ഇന്റർ സ്റ്റേറ്റ് അല്ലേ, തമിഴ്നാട്ടിലുള്ള ആൾക്കാണ് സെയിൽ ആക്കിയത്. ഇന്റർ സ്റ്റേറ്റ്, ഇന്റർ സ്റ്റേറ്റ് അല്ലേ വരുന്നേ. യെസ്. അപ്പൊ ഇത് എവിടെ കാണി? B2B ആണോ, B2C ലാർജ് ആണോ, B2C സ്മാൾ ആണോ? B2C ആണ്. B2C ലാർജ് എന്ന് പറയുന്നത് വിജയകുമാർ. B2C ലാർജ് പറയാൻ കാര്യം എന്താണ്? B2C ലാർജ് ആവണമെങ്കിൽ ഇന്റർ സ്റ്റേറ്റ് ആയ മാത്രം മതിയോ? ഇല്ല. ഇൻവോയ്സ് വാല്യൂ 2.5 മേലെ പോണ്ടേ. ഇതിപ്പോ 2.5 മേലെ പോകുന്നുണ്ടോ? 230 പ്ലസ് 20 2.5 ആവുന്നുള്ളൂ. ഞാൻ പറഞ്ഞു 2.5 ലക്ഷം അല്ലെ, 2.5 മേലെ. 2.5 മേലെ. ക്ലിയർ അല്ലേ? 2.5 മേലെ. ഓക്കെ. 2.5 മേലെ. ഓക്കെ അല്ലേ? യെസ്. 2.5 മേലെ. ശരി. ഓക്കെ, നോക്കാം. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയല്ലോ അല്ലേ? യെസ്. B2C ലാർജ് അല്ല, സ്മാൾ കേട്ടോ, സ്മാൾ. കാരണം 2.5 മേലെ, 2.5 വരെ, 2.5 വരെ സ്മാളാ. 2.5 മേലെ എബോവ് 2.5 ലാക്സാ വരുന്നത് കേട്ടോ. അത് കൺഫ്യൂഷൻ, അത് ഡൗട്ട് ആവാതിരിക്കാനാണ് ഈ എക്സാമ്പിൾ ഇട്ടത് കേട്ടോ. 230 പ്ലസ് 20 250 വരും. 250 ആയിട്ട് കാര്യമില്ല. 250 മേലെ 2,50,001 രൂപ ആവണം. 2.5 മേലെ ആവണം ഇൻവോയ്സ് എമൗണ്ട്. 2.5 ആയിട്ട് കാര്യമില്ല. എബോവ് 2.5 ലാക്സ് വരണം കേട്ടോ. എങ്കിലേ ലാർജ് പോകത്തുള്ളൂ. ഇതിപ്പോ 2.5 2.5 ആകുമ്പോൾ 2.5 വരെ സ്മാൾ ആണ്. ഓക്കെ. അപ്പൊ ഇത് ലാർജ് അല്ല, സ്മാൾ ആണ്. ഓക്കെ, സ്മാൾ ആണ്. ക്ലിയർ അല്ലേ? അത് ക്ലിയർ ആക്കാനാണ് ഞാൻ ഇത് തന്നത് കേട്ടോ. നജീബ് B2B ബി മാറിപ്പോയിരിക്കും അല്ലെ. B2C സ്മാൾ കേട്ടോ. ഓക്കെ, ശരി. അപ്പോ ആ, അത് ക്ലിയർ. 2.30. അപ്പൊ ഇതെന്താ? B2C സ്മാൾ. B2C സ്മാൾ. ഓക്കെ, ക്ലിയർ. ഓക്കെ. അടുത്ത എക്സാമ്പിൾ. വാല്യൂ 1.5 ലക്ഷം. 1.5 ലക്ഷം
ആൻഡ് GST 15,000. നമ്മൾ സെയിലാക്കിയത് RD ആണ്. RD, അത് RDയുടെ RP. ഓക്കെ, RP രജിസ്റ്റേർഡ് പേഴ്സൺ ആണ് സെയിലാക്കിയത്. കസ്റ്റമർക്ക് GST ഉണ്ട്. സ്ഥലം എവിടെയാ? സ്ഥലം തമിഴ്നാട്ടിലാണ് വരുന്നത്. ഓക്കെ, ഇതെവിടെ കാണിക്കും? B2B ആണ് വരുന്നത് അല്ലേ? B2B ആണല്ലോ വരുന്നത്. യെസ്, B2B. സംശയമില്ലല്ലോ, B2B ആണ് വരുന്നത്. കസ്റ്റമർക്ക് GST ഉണ്ടോ? B2B ആണ്, അത് സംശയം വേണ്ട. ക്ലിയർ അല്ലേ? ഓക്കെ, ശരി, B2B വരുന്നത്. ഓക്കെ, ഇനി അടുത്ത കേസ്. വാല്യൂ 2,40,000 ആൻഡ് GST 30,000. കസ്റ്റമർ എന്ന് പറയുമ്പോൾ URP ആണ്. URP, സ്ഥലം തമിഴ്നാട് വരുന്നത്. ഓക്കെ, ഇത് എവിടെ കാണിക്കും? പ്രദീപ് കുമാർ റൂട്ട് സെയിലിന് പോകുമ്പോൾ eBay ബില്ല് 75,000 രൂപയുടെ എടുത്തു. ഞാൻ പല ഷോപ്പിലായി 30,000 രൂപയുടെ 10 വ്യത്യസ്ത ബില്ല് കൊടുത്തു. വൈകിട്ട് eBay ബിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? ഞാൻ പറഞ്ഞില്ല, ഞാൻ ആ ഒരു വീഡിയോ അയച്ചു തരാം. ആ വീഡിയോ കാണും കേട്ടോ. അതിനകത്ത് ഇതൊക്കെ കംപ്ലീറ്റ് പറയുന്നുണ്ട് ഞാൻ. ഓക്കെ, യെസ്. ഇതിന്റെ ഇടയിൽ അത് പറഞ്ഞു പോയി കഴിഞ്ഞാല് ഇതിന്റെ ഫ്ലോ നഷ്ടപ്പെടും. ഓക്കെ അല്ലേ? പ്രിയ B2B, B2C. അശോക് B2C ലാർജ് എന്ന് പറയുന്നു. അശോക് B2C ലാർജ് പറയുന്നു. പക്ഷെ പ്രിയ B2B എന്ന് പറയുന്നു. പ്രിയ B2B തെറ്റല്ലേ? കാരണം കസ്റ്റമർക്ക് GST ഉണ്ടോ ഇവിടെ? കസ്റ്റമർ അൺരജിസ്റ്റേർഡ് എന്നല്ലേ പറയുന്നേ. അപ്പോ എങ്ങനെയാണ് B2B പോകുന്നത്? B2B എന്താ കാണിക്കുന്നത്? രജിസ്റ്റേർഡ് അല്ലേ കാണിക്കേണ്ടത്? ഓക്കെ, അശോക് B2C ലാർജ് പറയുന്നു. ഓക്കെ അല്ലേ? പ്രിയ B2C സ്മാൾ എങ്ങനെ വരും? B2C സ്മാൾ ആണോ വരുന്നത് ഇവിടെ? 2.5 മേലെ എമൗണ്ട് പോകുന്നില്ലേ? 2.70 2.5 മേലെ എമൗണ്ട് പോകുന്നുണ്ടല്ലോ. 2.5 മേലെ എമൗണ്ട് പോകുന്നുണ്ട്. ഇന്റർ സ്റ്റേറ്റുമാണ്. രണ്ട് കണ്ടീഷൻസ് ഒരുമിച്ച് വന്നിരിക്കുകയല്ലേ. അപ്പൊ അത് B2C ലാർജിൽ പോവേണ്ടതല്ലേ? B2C ലാർജിൽ പോവേണ്ടതാണല്ലോ. യെസ്, ലാർജ് ആണ് കേട്ടോ. B2C ലാർജ് ആണ്. B2 ഷജിമ B2C സ്മാൾ എങ്ങനെ വന്നു? രണ്ട് കണ്ടീഷൻസ് ഒരുമിച്ച് വന്നിരിക്കുകയല്ലേ. 2.5 മേലെ ഇൻവോയ്സ് വാല്യൂ പോകുന്നുണ്ടല്ലോ. ഇന്റർ സ്റ്റേറ്റും ആണല്ലോ. അങ്ങനെ ആകുമ്പോൾ ഇത് B2C സ്മാളിൽ പോവുമോ? ലാർജിക്കല്ലേ പോകുന്നേ അല്ലേ? ഓക്കെ, സൗമ്യ B2C ലാർജ് ശരിയാണ്. ഓക്കെ, B2C സ്മാൾ. നജീബ് തെറ്റ് മനസ്സിലായല്ലോ ഇപ്പോ. ഓക്കെ, B2C. അജികുമാർ B2C സ്മാൾ പറഞ്ഞു. തെറ്റല്ലേ? ഇപ്പൊ മനസ്സിലായല്ലോ കാര്യം. ഓക്കെ, നജീബ് 2.40 അല്ല, ഇൻവോയ്സ് വാല്യൂ പറയുന്നത് കേട്ടോ. നമ്മൾ ഇൻവോയ്സ് വാല്യൂ ഞാൻ പറഞ്ഞു. ടാക്സബിൾ എമൗണ്ട് പ്ലസ് GST. ഇൻവോയ്സ് വാല്യൂ 2.5 മേലെന്ന് പറയുന്നത്. ഇപ്പൊ 2.40 സെയിൽ എമൗണ്ട് മാത്രമല്ലേ? 2.40 സെയിൽ എമൗണ്ട് മാത്രമാണ്. 2.40 പ്ലസ് എത്ര? 30 വരുന്നേ. യെസ്, ക്ലിയർ അല്ലേ? ഓക്കെ, B2C ലാർജ്. യെസ്, പ്രിയ 2.40 അല്ലേ? ഇൻവോയ്സ് വാല്യൂ നോക്കേണ്ടത് കേട്ടോ. ഇൻവോയ്സ് വാല്യൂ ടാക്സബിൾ എമൗണ്ട് ആണ് 2.40 പ്ലസ് GST 30. ഇൻവോയ്സ് വാല്യൂ ടാക്സബിൾ എമൗണ്ട് പ്ലസ് ടാക്സ് ആണ് വരുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ 2.70 വരും. ഓക്കെ, മറിയാമ്മ ജോജോ വാല്യൂ 3 ലക്ഷം. റിപ്ലൈ സ്റ്റേറ്റ് തമിഴ്നാട് ആണെങ്കിൽ ഉറപ്പായിട്ടും വാല്യൂ 3 ലക്ഷം മീൻസ് 2.5 മേലെ പോകുന്നുണ്ട്. കസ്റ്റമറിന്റെ സ്റ്റേറ്റ് തമിഴ്നാട് ആണെങ്കിൽ രണ്ട് കണ്ടീഷനും വന്നല്ലോ. അപ്പൊ ഇവിടെ കാണിക്കും B2C ലാർജ് പോകും. 2.5 മേലെ ഇൻവോയ്സ് വാല്യൂ പോകുന്നുമുണ്ട്. കസ്റ്റമറിന്റെ സ്ഥലം വേറെ സ്റ്റേറ്റുമാണ്. സംശയം വേണ്ട, B2C ലാർജ് ആണ്. ക്ലിയർ അല്ലേ? B2C ലാർജ് ആണ്. ഓക്കെ, ഇപ്പൊ ഞാനിപ്പോ ഈ എക്സാമ്പിൾ പറഞ്ഞിട്ടില്ലായിരുന്നു എങ്കിൽ, എക്സാമ്പിൾ പറയാതെ ആ 3 ടേബിൾ മാത്രം പറഞ്ഞ് ഇങ്ങനെ പോയിരുന്നെങ്കിൽ ആർക്കും അറിയില്ലായിരുന്നു അല്ലേ? എക്സാമ്പിൾ പറഞ്ഞ ഉപകാരമായി.
ഓക്കെ. രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ 1 രൂപയാണെങ്കിൽ പോലും B2B ആണ്, അല്ലേ? ക്ലിയർ അല്ലേ? GST ഉള്ള വ്യക്തിക്ക് സെയിൽ ആക്കിയതാണെങ്കിൽ സംശയം വേണ്ട, B2Bയിലെ കാണിക്കുന്നേ. B2Bയിൽ എന്താ കാണിക്കുന്നേ? അതാണ് പറഞ്ഞത്, B2B എന്ന പേരിലല്ല പ്രസക്തി. B2B എന്ന ടേബിളിൽ എന്താണ് കാണിക്കുന്നേ? B2B എന്ന ടേബിളിൽ എന്താണ് കാണിക്കുന്നേ? രജിസ്റ്റേർഡ് കസ്റ്റമർക്ക് നടത്തുന്ന സെയിലാണ്. അവിടെ തീർന്നു, അത്രേ ഉള്ളൂ. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. സോ അടുത്ത എക്സാമ്പിൾ നോക്കിയാലോ, ഒന്നുകൂടെ ഉള്ളൂ. ആ, അതായത് വാല്യൂ വാല്യൂ 2 lakhs ആൻഡ് GST 20,000. ഓക്കെ അല്ലേ? കസ്റ്റമർ URP ആണ്, തമിഴ്നാടാണ്. ഓക്കെ അല്ലേ? ഇത് ഇത്രേ ഉള്ളൂ, തീർന്നു. എന്താ ചെയ്യണ്ടേ? 2 ലക്ഷം പ്ലസ് 20, 220 അല്ലേ? 220 തമിഴ്നാടാണ്. അപ്പൊ 2 ഇന്റർ സ്റ്റേറ്റ് ആണ്. 2.5ക്ക് മേലെ പോയോ ഇൻവോയ്സ് എമൗണ്ട്? പോയിട്ടില്ല. അപ്പൊ അതെന്താണ്? ആ, എന്താ വരുന്നേ? B2C സ്മാൾ അല്ലേ? സ്മാൾ. ക്ലിയർ അല്ലേ? ഇതെന്തായിരുന്നു ഇത്? B2C ലാർജ് അല്ലേ? ഓക്കെ അല്ലേ? ഇത്രേ ഉള്ളൂ, സിമ്പിൾ കേസ്. ഇത്രയും പറഞ്ഞപ്പോ നിങ്ങൾക്ക് B2B എന്താന്നും B2C ലാർജ് എന്താന്നും B2C സ്മാൾ എന്താന്നും ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. യെസ്, B2C സ്മാൾ. യെസ്, ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണ്. ഓക്കെ. സോ ബാക്കി ടേബിൾ നമുക്ക് നാളെ പഠിക്കാം. ഇന്ന് നിങ്ങൾ കൺഫ്യൂഷൻ ഉള്ളവർ ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേട്ടോ, ഈ വീഡിയോ കണ്ട ശേഷം. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ, നാളെ ബാക്കി പഠിക്കാം കേട്ടോ. ഓക്കെ.